അപ്പോൾ നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. അവിടെ പെർമാംഗനേറ്റ് ഓക്സാലിക് ആസിഡുമായിട്ട് ചേർന്ന് Mn2+ വാട്ടറും കാർബൺ ഡയോക്സൈഡും വന്നു. കാണുമ്പോൾ ഒരു പരിചയക്കുറവും കാണിക്കേണ്ട. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സാലിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കും. അപ്പോൾ അവിടെ നമ്മൾ ഡി ആൻഡ് എഫ് ലോക്കൽ എലമെൻറ്റ്സിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ഇലക്ട്രോൺ ആണെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. MnO4 - Mn2+ ആകുമ്പോൾ 5 ഇലക്ട്രോൺ, ഓക്സാലിക് ആസിഡ് കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ 2 ഇലക്ട്രോണിനെ കളയുന്നു. അപ്പോൾ ഈ 2ഉം 5 മൾട്ടിപ്ലൈ ചെയ്ത് 10 ആക്കിയാണ് നമ്മൾ ബാലൻസ് ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചിലവാകുന്ന ഇലക്ട്രോണുകളുടെ ടോട്ടൽ കൗണ്ട് 10 ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതാണ്. അവിടെ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞിട്ടുണ്ട്. MnO4 - Mn2+ൻ്റെയും ഓക്സാലിക് ആസിഡ് കാർബൺ ഡയോക്സൈഡിൻ്റെയും. അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 10⁻⁴ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത് 0.059 / N ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ലോഗിനകത്താണ് വരുന്നത്. അപ്പം ഇവിടെ E0 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 = log K. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡയറക്റ്റായിട്ട് പഠിക്കുന്ന ഇക്വേഷനാണ്. E0 കിട്ടണമെങ്കിൽ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇതാണ് കണ്ടീഷൻ. ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വാല്യൂ വെച്ചിട്ട് റൈറ്റും ലെഫ്റ്റും ഏതാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 1.51 ആണ്, മൈനസ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.49 ആണ്. ചെയ്ത് വരുമ്പോൾ 2 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ E0 സെല്ല് കിട്ടി. അപ്പോൾ 2 = 0.059 / N സ്ഥാനത്ത് 10 കൊടുക്കാം. log K ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ log Kയിലേക്ക് വരുമ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്താൽ അപ്പം 20 / 0.059 അത് ഏകദേശം 338.9 എന്ന് കിട്ടും. അതിനെ നമുക്ക് 338.9 നമ്മൾ 339 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 339 ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇത് ഡി ആൻഡ് എഫ് ലോക്കൽ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോ കെമിസ്ട്രിയുടെയും കൂടെ ഒരു ക്ലബ്ഡ് ക്വസ്റ്റനാണ്. നല്ല അറിവുണ്ടാകണം. NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പം ഇവിടെ 10 ഇലക്ട്രോൺ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഡി ആൻഡ് എഫിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടത്. അതുപോലെ ആ ഇക്വേഷൻ എങ്ങനെ എഴുതും? E0 സെല്ലും Kയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ. എന്ത് എളുപ്പമാണ് ആ ക്വസ്റ്റൻ. 339 നമുക്ക് ഈസിയായിട്ട് എത്താൻ പറ്റുന്നു. സോ ബി പാർട്ടിലെ കിഡിലൻ ക്വസ്റ്റൻ 339 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം.